കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡുകൾ അപ്രതീക്ഷിതമായി ഇന്നലെ പ്രഖ്യാപനം മാറ്റിയ സംഭവം ഏറ്റവും വിചിത്രവും വളരെ ഗൗരവ സ്വഭാവമുള്ളതുമാണ്. സർക്കാർ നേരിട്ട് സാഹിത്യ അക്കാദമിയുടെ പ്രവർത്തനങ്ങളിലും അവാർഡ് നിർണയത്തിലും ഇടപെടാൻ ശ്രമിക്കുന്നു എന്നുള്ളത് ഇന്ത്യയുടെ ചരിത്രത്തിലാദ്യമാണ്. ഒരിക്കൽ പോലും ഇങ്ങനെയൊരു സംഭവം ഉണ്ടായിട്ടില്ല. വളരെ വിചിത്രമാണ്, അപലപനീയമാണ്. അതിലുപരി സാഹിത്യ അക്കാദമി ഒരു സംഘപരിവാർ ഓർഗനൈസേഷൻ അല്ല, അങ്ങനെ ആവുകയും അരുത്. ഒരു പരിവാർ സംഘടനയാക്കി സാഹിത്യ അക്കാദമിയെ, കേന്ദ്ര സാഹിത്യ അക്കാദമിയെ മാറ്റാൻ ശ്രമിക്കുന്നത് അങ്ങേയറ്റം അപലപനീയമാണ്. ഡിവൈഎഫ്ഐയുടെ കേന്ദ്ര കമ്മിറ്റിയുടെ അങ്ങേയറ്റത്തെ പ്രതിഷേധം ഇത് സംബന്ധിച്ച് രേഖപ്പെടുത്തുകയാണ്. ഇത് സംബന്ധിച്ച് ഇന്ന് പാർലമെൻറ്റിൽ MP എന്ന നിലയിൽ 267 നോട്ടീസ് നൽകിയിട്ടുണ്ട്. മറ്റ് സഭാ നടപടികൾ നിർത്തിവെച്ച് എല്ലാം സസ്പെൻഡ് ചെയ്ത് ഈ കാര്യം ഗൗരവ പ്രാധാന്യത്തോടെ, അടിയന്തര പ്രാധാന്യത്തോടെ ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് രാജ്യസഭാ ചെയർമാന് രാവിലെ തന്നെ നോട്ടീസ് നൽകിയിട്ടുണ്ട്. നെഹ്റുവിൻ്റെ കാലത്തുൾപ്പെടെ ഒട്ടേറെ അനുഭവങ്ങളുണ്ട്. ഒരിക്കൽ പോലും സാഹിത്യ അക്കാദമിയുടെ ഓട്ടോണമസ് പദവിയിലോ അതിൻ്റെ സ്വഭാവത്തിലോ, ഓട്ടോണമസ് സ്വഭാവത്തിലോ ഇടപെടാൻ ഒരു പ്രധാനമന്ത്രി പോലും ഇതുവരെ തയ്യാറായിട്ടില്ല. ആദ്യമായിട്ടാണ് ഇതുണ്ടാകുന്നത്. അതുകൊണ്ട് ജനാധിപത്യ വ്യവസ്ഥയുടെ, ജനാധിപത്യത്തിൻ്റെ അങ്ങേറ്റത്തെ ലംഘനമാണ്. ഒരു കാരണവശാലും ഇത് അംഗീകരിക്കാൻ പറ്റില്ല. അതിൽ വളരെ അപകടകരമായി കാണുന്ന മറ്റൊരു കാര്യം, മഹാഭൂരിപക്ഷം വരുന്ന സാഹിത്യകാരന്മാർ പോലും ഇതിൽ വല്ലാതെ ഭയചകിതരാകുന്ന സംശയമുണ്ട്. അതുകൊണ്ട് ശക്തമായി ഇതിനെതിരായുള്ള പ്രതിഷേധം സാംസ്കാരിക ലോകത്തു നിന്ന് ഉയർന്നു വരണം, സാഹിത്യ ലോകത്തു നിന്ന് ഉയർന്നു വരണം. അതോടൊപ്പം തന്നെ മറ്റ് ജനാധിപത്യ ശക്തികൾ ഇത് സംബന്ധിച്ച് ഗൗരവ പ്രാധാന്യത്തോടെ പ്രതികരിക്കാൻ തയ്യാറാകണം. നാട്ടിലെ ഗർഭിണിയെ പോലീസ് മർദ്ദിച്ച വിവരങ്ങളൊക്കെ പുറത്തു 2024 ഈ സംഭവം നടക്കുന്നത്. അപ്പോൾ ആഭ്യന്തര വകുപ്പിൽ പോലീസ് സ്റ്റേഷനിലേക്ക് പോകാൻ പൊതുജനം ഭയപ്പെടുന്ന ഒരു സാഹചര്യം നിലനിൽക്കുകയാണ്. ഒരു സംഭവം വെച്ചിട്ട് അങ്ങനെ ഒരു നിഗമനത്തിലെത്തുന്നത് ശരിയല്ല. ഈ സംഭവം അങ്ങേയറ്റം അപലപനീയമാണ്. അത് ഉയർന്നു വന്ന സന്ദർഭത്തിൽ തന്നെ മുഖ്യമന്ത്രി നേരിട്ട് നിർദ്ദേശം നൽകുകയും അതിലെ കുറ്റവാളിയായ ഉദ്യോഗസ്ഥനെ അടിയന്തര പ്രാധാന്യത്തോടെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ശക്തമായ നടപടി ഇത് സംബന്ധിച്ചിട്ട് ഗവൺമെൻറ്റിൽ ഉണ്ടാകുമെന്ന് ഉറപ്പിക്കാം. ഓരോ സംഭവം വരുമ്പോഴും ഒറ്റപ്പെട്ട സംഭവം എന്നാണ് അങ്ങും പറയുന്നത്, CPM നേതാക്കളും പറയുന്നത്, സർക്കാരിലെ മന്ത്രിമാരും പറയുന്നത്. ഇത് ശരിക്ക് പോലീസുകാരെ നിയന്ത്രിക്കുന്നതിൽ എന്തെങ്കിലും പാളിച്ചയുണ്ടോ? ഒരു പാളിച്ചയുമില്ല. പോലീസുകാരെ ഏറ്റവും ശക്തമായി നിയന്ത്രിക്കുന്ന ഉയർന്നു വരുന്ന പ്രശ്നങ്ങളിൽ അതിൻ്റെ മെറിറ്റിൽ നടപടിയെടുക്കുക എന്നുള്ളതാണ്. ഒരു സർക്കാർ എങ്ങനെയാണ് അതിനെ സമീപിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ നിങ്ങൾ പറയട്ടെ, ഇതിനു മുമ്പുള്ള പല സംഭവങ്ങളും നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും. വളരെ ഗൗരവത്തോടു കൂടി ഇത്തരത്തിൽ ഉയർന്നു വന്ന എല്ലാ പ്രശ്നങ്ങളെയും അതീവ പ്രാധാന്യത്തോടെ നേരിട്ടിട്ടുണ്ട്. ഇപ്പോൾ എത്ര പോലീസ് ഓഫീസർമാരെയാണ് സർവീസിൽ നിന്ന് എക്സ്പെൽ ചെയ്തത്? കേരളത്തിൻ്റെ പോലീസ് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ്. നിങ്ങളതിനെ അങ്ങനെ കാണണം. പോലീസ് സേനയുടെ ശുദ്ധീകരണത്തിന് വളരെ കൃത്യമായൊരു പരിപാടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരുകൾക്കുണ്ട്. സഖാവ് കോടിയേരി ബാലകൃഷ്ണൻ ആഭ്യന്തരമന്ത്രിയായിരിക്കുന്ന സമയത്താണ് പോലീസ് കംപ്ലയിൻറ്റ് അതോറിറ്റി കൊണ്ടുവരുന്നത്. ആ പോലീസ് കംപ്ലയിൻറ്റ് അതോറിറ്റി പോലീസുകാർക്കെതിരായ പരാതി പരിശോധിക്കുന്നതിനും അത് അന്വേഷിക്കുന്നതിനും ഏതൊരു പൗരനും സമീപിക്കാൻ കഴിയുന്ന ഒരു സംവിധാനം തന്നെ കേരളത്തിൽ ആരംഭിച്ചത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിൻ്റെ കാലത്താണ്. സഖാവ് കോടിയേരി എന്ന ആഭ്യന്തരമന്ത്രിയാണ്. അതിൻ്റെ തുടർച്ച ഇപ്പോഴും തുടരുകയാണ്. അപ്പോൾ ഞങ്ങൾക്കിത് സംബന്ധിച്ച് കൃത്യമായൊരു നയമുണ്ട്. പോലീസ് ജനകീയമാവുക എന്നുള്ളതാണ്. ആ നയത്തിന് വിരുദ്ധമായി ഏതെങ്കിലും ഒരു ഓഫീസർ പ്രവർത്തിക്കുകയോ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടാവുകയോ ചെയ്താൽ ആ സംഭവത്തിൽ കർശനമായ നടപടി എടുക്കുകയാണ് ഞങ്ങളുടെ പതിവ്. ഇക്കാര്യത്തിലും വിട്ടുവീഴ്ചയില്ലാത്ത നടപടി ഉണ്ടായിട്ടുണ്ട്.